സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. കൊള്ളക്കാരനായിരുന്ന രത്നാകരൻ കവിയും ഋഷിവര്യനുമായി തീർന്നത് ത്രേതായുഗത്തിലെ രാമായണ കഥയിലാണ്. അദ്ദേഹം തന്നെ ആ കഥ പാടി നടക്കുകയും ചെയ്തു. ഈ പുരാണ സന്ദർഭം വാൽമീകി പ്രതിഭ എന്ന പേരിൽ രവീന്ദ്രനാഥ ടാഗോർ ഒരു നൃത്തനാടകമായി 1881 അവതരിപ്പിച്ചിട്ടുണ്ട്. വിജ്ഞാന ദേവതയായ സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തോടെ രത്നാകരൻ വാൽമീകിയായി തീർന്നതാണ് കഥാസാരം. വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ നാം ബംഗാളിൽ നിന്നുള്ള മറ്റൊരു രത്നാകരനെയും മറ്റൊരു സരസ്വതിയെയുമാണ് പരിചയപ്പെടുന്നത്. ജയിൽ പുള്ളിയായിരുന്ന വിക്കി എന്ന റൗഡിയെ അളകനന്ദ റോയ് എന്ന നർത്തകി എങ്ങനെയാണ് വാൽമീകി പ്രതിഭയുടെ പുനരവതരണത്തിലൂടെ പ്രശസ്ത സിനിമാ താരവും സാമൂഹിക പ്രവർത്തകനും ജ്ഞാനിയുമായ നൈജിൽ അക്കരയാക്കി തീർത്തത് എന്ന് കാണാം. സ്കൂളിൻ്റെ തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല, ഒരിക്കലും സ്കൂളിൻ്റെ വല്ല ഡാൻസില്ല ഈ ഫെസ്റ്റ് ഒക്കെ ആവുമ്പോൾ അതിലൊന്നും ചെയ്തില്ല. എപ്പോഴും ബാക്ക് ബെഞ്ചായിരുന്നു. പഠിപ്പ് പാസ്സാവും, ഒരു 70-75-80% വരെ നമ്പർ ഉണ്ടാവും. അങ്ങനെ ഞാനായിരുന്നു. കൂടുതൽ പഠിക്കണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് പരീക്ഷേൻ്റെ ഒരു മാസം മുമ്പ് നല്ലോണം പഠിച്ചിട്ട്, അല്ലെങ്കിൽ അമ്മ അടിക്കില്ലേ, അത് നല്ലോണം പഠിച്ചിട്ട് പാസ്സാവും. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ അഭിനയം ചെയ്യും, സ്റ്റേജിൽ പോവും, ഡാൻസ് ചെയ്യും, ഇതൊക്കെ വിചാരിച്ചില്ല. ഞാൻ അവിടെ ഉള്ളിലായി ഉണ്ടാവുമ്പോൾ അളകനന്ദ വന്നു. ഒരു വയസ്സായ ഒരു ലേഡി വന്നു, കൂടെ 3-4 പിള്ളേർ, അവരുടെ ടീമിൻ്റെ പിള്ളേരുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഈ സ്ത്രീക്ക് വട്ട ഇവിടെ വന്നിട്ട് ഈ ക്രിമിനൽ, ഈ ജയിലിലുള്ള കള്ളന്മാരനെ ഒക്കെ ഡാൻസ് പഠിപ്പിക്കാൻ വന്നു. ഞാൻ മുമ്പ് വിചാരിച്ചു. പിന്നെ അവർ പറഞ്ഞു ഇത് ഇല്ല, കരാട്ടെ ഡാൻസാണ്, കലറിപ്പായിട്ടു നമ്മുടെ കേരളത്തെ കലറിപ്പായിട്ടു പഠിപ്പിക്കും. അപ്പം ഞാൻ കണ്ടു കുറേ ഇങ്ങനെ മൂവ്മെൻറ്റൊക്കെ ചെയ്യുന്നു. ഓക്കെ, ഇത് നല്ലതാണ്, ഫൈറ്റ് പോലെ മാൻലി ഡാൻസാണ്, ഇത് ചെയ്യാൻ പറ്റും. സോ ഞാൻ ചെയ്യാൻ തുടങ്ങി. It started as a workshop. I just went to share the joy of dance because I've been a dancer all my life and I've been a teacher all my life, half my life I would say. And I thought maybe they will feel good there, dancing, the music, the rhythm. And see, they were all young boys and girls, right? And they had a lot of energy, a lot of youthful physical energy which was unused. They played games, all right, but then in sports there is a competition that somebody has to win, but in dance there was no such thing. It was just pure delight, feeling good, working together in one union. So I started with martial dance for the boys, but the girls were very receptive right from the beginning. But the boys were a little reluctant, thinking that, oh God, this lady has come, now we will have to dance like women, like girls. So, but then I knew that. So I started with martial dance and folk dances of India. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഡാണ്ടിയ, ബൗൾ, എല്ലാ ഈ ഹിപ്പ് മൂവ്മെൻറ്റുള്ള ഡാൻസ് ഇല്ലേ, പെണ്ണുങ്ങൾ ചെയ്യുന്ന ഡാൻസ്, അതൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് അത് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പോയി പറഞ്ഞു, നിങ്ങൾ എൻ്റെ അമ്മ പോലെയല്ലേ, ഒരു കാര്യം ചെയ്യുക, എൻ്റെ പേര് ക്യാൻസൽ ചെയ്യും, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു കാര്യം ഡാൻസ് ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട, സ്റ്റാൻഡ് ബിഹൈൻഡ്, പിന്നിൽ വല്ലയിടത്തും നിന്നിട്ട് നോക്ക്, അത്ര ചെയ്യാൻ പറ്റുമോ? ഞാൻ അത് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് ഞാൻ എന്നും നോക്കും അവരെന്ത് ചെയ്യുന്നു ഇല്ലെന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, ജയിലിൻ്റെ ഉള്ളിൽ ഒരു പ്രോഗ്രാം ആകുമ്പോൾ അവിടെ പുറത്തുനിന്ന് ഒരു 200 ഗസ്റ്റ് വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ടീമിലില്ലല്ലേ, അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ സെൻറ്ററിൽ പോയി മിണ്ടാണ്ട് നിന്നാൽ പറ്റില്ല, പഠിക്കണം, ചെയ്യണം. അപ്പോൾ ഞാൻ പഠിക്കാൻ തുടങ്ങി. പഠിച്ചിട്ട് അവിടെ പെർഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുറത്തൊരു പ്രോഗ്രാം ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുമ്പ് എൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു, ഞാൻ കോർട്ടിൽ നിന്ന് ഓടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ പറഞ്ഞു എല്ലാവരും പോവും, പക്ഷേ നൈജിൽ പോകാൻ പറ്റില്ല, ഞങ്ങൾ അവനെ കൊണ്ടുപോകില്ല. അപ്പോൾ ഞാൻ മാഡമിനോട് പോയി പറഞ്ഞു, മാഡം ഞാൻ പ്രോമിസ് ചെയ്യുക, ഒരു തെറ്റ് ചെയ്യില്ല, എനിക്ക് 1 ചാൻസ്, എനിക്ക് പോകണം. ഞാൻ ഇത്ര പ്രാക്ടീസ് ചെയ്തിട്ട് ഇത്ര കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഡാൻസൊക്കെ പഠിച്ചു, ഞാൻ പോയി പുറത്ത് ചെയ്യില്ല, എല്ലാവരും പോവും, ഞാൻ പോവില്ല, എനിക്കത് ഭയങ്കര ദുഃഖമാവും.
അപ്പോൾ അയാൾ അങ്ങേത് പറഞ്ഞു ഞാൻ നോക്കാം എന്ത് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ ഒരു ബോണ്ട് സൈൻ ചെയ്തു അവരുടെ പേരിൽ. സൈൻ ചെയ്തിട്ട് പോയി പുറത്ത് പ്രോഗ്രാം ചെയ്തു. അത് കഴിഞ്ഞ് ജയിലിൽ പോയി. ആ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ച് വന്നിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് തൊട്ട് ഞാൻ പിന്നാലെ നോക്കില്ല. ഇന്ന് തൊട്ട് ഞാൻ നല്ല കാര്യം ചെയ്യും, ഞാൻ എൻ്റെ ജീവിതം മാറ്റും. എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഞാനത് ഫേസ് ചെയ്യും, പക്ഷേ ഐ വിൽ നോട്ട് ഗിവ് അപ്പ്. അത് കഴിഞ്ഞ് 2009 ഞാൻ പുറത്തു വന്നു. ഹൈക്കോർട്ട് എൻ്റെ കേസ് ഡിസ്ചാർജ് ചെയ്തു. കാരണം എൻ്റെ കേസിലൊന്നും ഉണ്ടായിരുന്നില്ല. കമ്പനിക്ക് വേണ്ടി പോയി. ബാഡ് കമ്പനി ചൂസ് ചെയ്തപ്പോൾ പോയി, ഗുഡ് കമ്പനി സെലക്ട് ചെയ്തു, മനസ്സും ചേഞ്ചായി. അപ്പോൾ പുറത്തു വന്നു. എറണാകുളത്തെ തേവരയിൽ നിന്നുള്ള ജോൺ അക്കരയുടെയും ചെങ്ങന്നൂർക്കാരി ഉഷയുടെയും മകൻ നൈജിൽ കൊൽക്കത്തയിലാണ് വളർന്നതും പഠിച്ചതും. 15-ാം വയസ്സിൽ കൊടും കുറ്റവാളി, 16-ാം വയസ്സിൽ നഗരഹൃദയത്തിലെ കുപ്രസിദ്ധ ഗുണ്ടാസംഘത്തിൻ്റെ തലവൻ, 17-ാം വയസ്സിൽ പോലീസിൻ്റെ പിടികിട്ടാപ്പുള്ളി, പകൽ സമയങ്ങളിൽ പള്ളിക്കൂടങ്ങളിൽ, രാത്രിയായാൽ കൊള്ളസംഘത്തിൽ. ഇങ്ങനെ പോയി 22-ാം വയസ്സിൽ തട്ടിക്കൊണ്ടുപോകൽ മുതൽ കൊലപാതകം വരെ 17 വകുപ്പുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് പ്രസിഡൻസി ജയിലിൽ എത്തിച്ചേരുന്നതുവരെയുള്ള നൈജിൽ അക്കരെ എന്ന വിക്കിയുടെ ജീവിതം. അക്കാലത്താണ് തടവുകാരെ കൾച്ചറൽ തെറാപ്പിയിലൂടെ ശുദ്ധീകരിക്കാനുള്ള യത്നവുമായി ഒഡീസി നർത്തകി അളകനന്ദ റോയ് ജയിലിലെത്തിയത്. അതോടെ അവസാനിച്ചു ഈ കുറ്റവാളിയുടെ പൂർവാശ്രമ കഥ. ഞാൻ ജയിലിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്ത് ചെയ്യും, ഞാൻ എവിടെ പോവും, ഞാൻ എങ്ങനെ എൻ്റെ ജീവിതം കൊണ്ടുപോകും. പക്ഷെ ഞാൻ വിചാരിച്ചു എൻ്റെ റെസ്പെക്റ്റ് പോയാൽ ഇവിടെ പോയി, എൻ്റെ പ്രസ്റ്റീജ് പോയാൽ ഇവിടെ പോയി, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ കുടുംബത്തിന് നാണംകേട് വന്ന് ഇവിടെ വന്നു. അപ്പോൾ ഞാൻ നല്ലതായ ഇവിടെ ആവും. ഞാൻ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരും. കാരണം ഇവിടുത്തെ ആൾക്കാരിനെ കാണിക്കണം. അത് കാരണം ഞാൻ ഇവിടെ തന്നെ താമസിച്ചു. ജോലി നോക്കാൻ തുടങ്ങി. ഞാൻ എല്ലായിടത്തും പോയി എൻ്റെ ബയോഡേറ്റ കൊടുത്തു. ഞാൻ ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ളി താമസിക്കുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. ഹ്യൂമൻ റൈറ്റ്സ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. പുറത്ത് വന്നിട്ട് ഞാൻ ജോലിക്ക് വേണ്ടി പോയപ്പോൾ ബയോഡേറ്റ കൊടുത്തപ്പോൾ ഞാൻ അവിടെ ഒരു 2 ലൈൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ 9 വർഷം ജയിലിലായിരുന്നു, എനിക്കൊരു ചാൻസ് ഇതാ, ഞാൻ ഐ വിൽ നോട്ട് ലെറ്റ് യു ഡൗൺ. പക്ഷേ അത് വായിച്ചിട്ട് ആരും എനിക്ക് ജോലി തന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ടീ ബോർഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഡൽഹൌസിയിൽ. അവിടെ കുറേ ഓഫീസസ് കമ്പനീസ് ഉണ്ട്. അവിടെ ഞാൻ പോയിട്ട് ഇരുന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് താഴത്ത് ഇരുന്ന് ഒരു ചായക്കടയിൽ ചായ കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടു ഒരാൾ ലുങ്കി ഇട്ടിട്ട് ഒരു വലിയ ഇതില്ലേ നമ്മുടെ ബ്രൂം, അത് ഒരു സ്റ്റിക്കിലിട്ടിട്ട് അവർ ഇങ്ങനെ റോഡ് ക്ലീൻ ആക്കാം. അത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇവരുടെ ഓഫീസിൽ എന്നെ വെക്കണില്ല. കാരണം 8 മണിക്കൂർ 10 മണിക്കൂറിന് വേണ്ടി ഒരു ജയിലിൽ പോയ ഒരു കള്ളനെ വെക്കണ്ട. കാരണം ആ റിസ്ക് അവർ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇവർ ബാത്റൂം ചെയ്യുന്നു, ഇവരുടെ ഓഫീസ് ഡേർട്ടി ആവണം, അത് ഞാൻ ക്ലീൻ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി എനിക്ക് ഒരു 10 മണിക്കൂർ അവിടെ താമസിക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ജോലിയാണ്. അത് ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു കമ്പനി തുടങ്ങും. ഈ കമ്പനിയിൽ എല്ലാം ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടാവും. നമ്മൾ പോയി പ്രൊഫഷണലി എല്ലായിടത്തും ക്ലീനിങ് ചെയ്യും. അത് ഞാൻ വിചാരിച്ചിട്ട് ഈ കമ്പനി തുടങ്ങി. ഈ കമ്പനിയിൽ ഞാൻ എടുത്ത ചെറുക്കന്മാർ മുമ്പ് 2 ചെറുക്കന്മാരുണ്ടായിരുന്നു. അവർ ജയിലിൽ നിന്ന് പുറത്ത് വന്ന ചെറുക്കന്മാർ. See, I did nothing. It was dance, music that did the work. I really did nothing. He is what he is today. It is his credit, not mine. I did nothing for him. And I was just with him in the initial stage when he came out, because that's a tough period. And I have a little organization. He used to take care of a lot of
the work there with the children of that home. He really took care of them from his heart. See, and then he wanted to do something of his own, on his own, and he started his Kolkata Facilities Management. And today it's become a private limited company. You know, it gives me so much pride and joy and happiness to see this happen. And even when he first started, he started with ex-prisoners. You know, and because he felt that they needed that space, that opportunity. Because, you know, when you first come out, people don't trust you. Yes. And they don't give you jobs. So he did that for many others. നൈജിൽ തൻ്റെ ഭൂതകാല ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം മറ്റാരെയും ഏൽപ്പിക്കുന്നില്ല. പണത്തിനും അധികാരത്തിനുമുള്ള അടങ്ങാത്ത ആവേശത്തിൽ ചെയ്തു കൂട്ടിയ തെറ്റുകളെ മറച്ചു പിടിക്കാനും തയ്യാറില്ല. എന്നാൽ വഴിതെറ്റിപ്പോയ ഈ കുഞ്ഞാടിനെ കണ്ടെത്തി തിരികെ കൊണ്ടുവന്ന അളകനന്ദ റോയിയുടെ സമീപനം കുറെ കൂടി മനഃശാസ്ത്രപരമാണ്. ബാല്യത്തിൽ നിറവേറ്റപ്പെടാതെ പോയ വൈകാരിക ആവേഗങ്ങളാകാം നൈജിൽ എന്ന കൗമാരക്കാരനെ വിക്കി എന്ന പേടി സ്വപ്നമാക്കി മാറ്റിയത് എന്നാണ് അവർ പറയുന്നത്. 6 അടിയിലേറെ പൊക്കമുള്ള ഈ ബംഗാളി താരത്തിൻ്റെ പൗരുഷം മുറ്റി നിൽക്കുന്ന പരുക്കൻ ബാഹ്യരൂപത്തിനകത്ത് മൃദുലതയും ഋഷിതുല്യമായ നൈർമല്യവുമുള്ള ഒരു മനസ്സുണ്ടെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ഈ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു വാൽമീകി പ്രതിഭ. ഈ ഡയറക്ടർ ശിവപ്രസാദ് മുഖർജി, നന്ദിത റോയ്, ഇവർ ആ സ്റ്റേജ് പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അവർ വിചാരിച്ചു ഞങ്ങൾ ഈ ജയിലിൽ നടക്കുന്ന റിഫോം കാര്യം പരിപാടി ഇതിൻ്റെ ഒരു റിസർച്ച് നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞ് അവർ ജയിലിൽ പോകാൻ തുടങ്ങി. അവർ ഈ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടില്ലേ, കുറേ NGO, ജയിലിൽ വർക്ക് ചെയ്യുന്ന NGO, അവരുടെ കൂടെ സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് എല്ലാവരുടെ കൂടെ അവർ റിസർച്ച് ചെയ്ത് വെൻ ദേ വർ ഡൂയിങ് ഇറ്റ് എന്നെയും വിളിച്ചു സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ അവർ എൻ്റെ കൂടെ സംസാരിച്ചിട്ട് സ്റ്റോറി അവർ ഫോം ചെയ്തു, ഒരു സ്റ്റോറി. അത് കഴിഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞു ഈ പടത്തിൽ നീ ആക്ടിങ് ചെയ്യുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും ആക്ടിങ് ചെയ്തില്ല, ഞാൻ സ്റ്റേജ് ചെയ്തു, പഠിപ്പിച്ചത് ചെയ്തു പോയി, അതിൻ്റെ മുകളിൽ എനിക്ക് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു അത് വിചാരിക്കേണ്ട, നീ സ്റ്റേജിൻ്റെ പെർഫോമൻസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, വേണത് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാം. ഒരു 10-11 സിനിമ കഴിഞ്ഞു. മലയാളത്തിൽ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. സിനിമേൻ്റെ പേര് ഒറീസ, ഡയറക്ടർ M. പത്മകുമാർ. മുൻ തടവുകാർക്കൊരു പൊതുജീവിതം നൽകാൻ നൈജിൽ ആരംഭിച്ച സംരംഭമാണ് കൊൽക്കത്ത ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റ്. ടോയ്ലറ്റ് മുതൽ മൈതാനങ്ങൾ വരെ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് പ്രൊഫഷണൽ രീതിയിൽ വൃത്തിയാക്കുന്ന ക്ലീനിംഗ് കമ്പനിയാണ് തുടക്കമിട്ടതെങ്കിലും ആവശ്യക്കാർക്ക് പരിശീലനം കൊടുത്ത സെക്യൂരിറ്റി ജീവനക്കാരെയും ഇപ്പോൾ ഇവിടെ നൽകുന്നു. 2 പഴയ ജയിൽ സുഹൃത്തുക്കളെ വെച്ച് സ്വന്തം ഉടമസ്ഥതയിൽ തുടങ്ങിയ സ്ഥാപനം ഇന്ന് കൂടുതൽ ആളുകളുള്ള, എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി വളർന്നിരിക്കുന്നു. ജയിലിൽ കഴിയുന്ന കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും നൽകാനും കൗമാരപ്രായക്കാർക്ക് സജ്ജീവിതത്തിൽ നിന്ന് വഴിതെറ്റാതിരിക്കാനുമുള്ള മാർഗനിർദ്ദേശം നൽകാനും മനുഷ്യാവകാശ വിഷയങ്ങളിൽ മാസ്റ്റർ ഡിഗ്രിയുള്ള ഈ സിനിമാ താരം സമയം കണ്ടെത്തുന്നു. ഒരു ജ്വല്ലറി കമ്പനി വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സെക്യൂരിറ്റി ഗാർഡ് വേണം. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് കൊടുക്കാൻ വേണ്ടി ഹോം ഡിപ്പാർട്ട്മെൻറ്റ് NOC വേണം. അതിനുവേണ്ടി ഞാൻ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി സംസാരിച്ചു. പിന്നെ അതിനുവേണ്ടി IB, ഇവിടുത്തെ STF ഇവരെല്ലാവരും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. വിളിച്ചിട്ട് പറഞ്ഞു നീ എന്തിനാ ഇത് ചെയ്യുന്നത്, ഈ പിള്ളേരിൻ്റെ കൂടെ എന്തിനാ നീ ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു കാരണം എനിക്ക് ജോലി ആരും തരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ ഉള്ളിൽ ഉള്ള കുറേ ചെറുക്കന്മാർ ഇവർ അൺഎഡ്യൂക്കേറ്റഡാണ്. സോ ഐ വോണ്ട് ടു വർക്ക് വിത്ത് ദം. When I came to know that they have started this project to
to make the people bring in a light way and in the mainstream. They are all criminalized and they are released from the jail. So I try to make them, to bring them in a good spirit, and they should be merged with our own mainstream. They can join their family also, they can give us a lot of service also, because they are all youth. The age group is above 24 to 35. So all are young groups, so I thought if I can train them, so they can be utilized for many good work. മുമ്പ് തന്നെ ഒരു പ്രിസണർ പുറത്തു വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് പറയും എനിക്ക് ജോലി വേണം, എനിക്ക് നല്ലപോലെ താമസിക്കണം, എനിക്ക് പഴയ വഴിയിൽ തിരിച്ച് പോകണ്ട. അപ്പോൾ ഞാൻ പറയും ഓക്കെ ഞാൻ ജോലി തരാം, പക്ഷേ ഇപ്പോൾ വേക്കൻസി ഇല്ല, കുറച്ച് നിൽക്കണം, ഞാൻ വേക്കൻസി തരാം. പക്ഷേ ഞാനത് ഡെലിബറേറ്റ്ലി ചെയ്യാം. കാരണം പുറത്ത് വരുമ്പോൾ അപ്പോൾ തന്നെ ജോലി കിട്ടിയാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് അവനെ അറിയില്ല. സോ ഈ 3 മാസം ഞാൻ അവനെ ഓൾവേസ് വാച്ചിൽ വെക്കും. അത് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്നത്, ഞാൻ എൻ്റെ കമ്പനിയിൽ എടുത്തു കഴിഞ്ഞിട്ട് കാൽക്കട്ടയിൽ ഒരു 8 ഈ മുഴുവൻ സിറ്റിയിൽ വേറെ വേറെ ലൊക്കേഷനിൽ എന്നും ഞാൻ ഡ്യൂട്ടിക്ക് അയക്കും. ട്രെയിനിങ് അപ്പോൾ കൊടുക്കില്ല, അപ്പോൾ മുമ്പ് ഡ്യൂട്ടിക്ക് അയക്കും. ഒരു ദിവസം 10 കിലോമീറ്റർ ദൂരത്തിൽ, ഒരു ദിവസം 25 കിലോമീറ്റർ ദൂരത്തിൽ, അങ്ങനെ അയക്കും. 30 ദിവസം കഴിഞ്ഞാൽ ട്രെയിനിങ്ങിന് വേണ്ടി വിടും. ട്രെയിനിങ്ങിൽ പോയ അവിടെ ഫസ്റ്റ് എയ്ഡ്, അണാം കോമ്പാറ്റ്, ഇതെല്ലാം മിസ്റ്റർ ബേനുഗോപാൽ ഘോഷ് പഠിച്ച് ബേസിക് ലോസ്, ഓക്കെ, IPC ഇതെല്ലാം പഠിപ്പിച്ച് റെഡിയാക്കി വിടും. After coming out, I faced many problems, generally for getting works and all. So whenever I used to go to some places for works, people want to know my background, what is from where I'm coming, what is the biodata, etc. So for that, getting a job is very difficult for me. So after coming to Kolkata Facilities Management, I got trained from Mr. Benugopal Ghosh. First 3 months I